നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് അടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാക്കാൻ കഴിവുള്ള വരം കിട്ടിയിട്ടുള്ള ചില ആൾക്കാരെ പറ്റിയിട്ടാണ്. നമ്മുടെയൊക്കെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈവൻ ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ, അതായത് ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാലുള്ള ആ വീട്ടിലുള്ള അംഗങ്ങളായിരിക്കില്ല, മിക്കവാറും പുറത്തുനിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഒരാളായിരിക്കും. ഈവൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ വളരെ സന്തുഷ്ടമായിട്ട് ഒരു ഫാമിലി പോയിക്കൊണ്ടിരിക്കുകയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു നിമിഷം അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്ന് വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വന്ന് അപ്പോൾ 100 അഭിപ്രായങ്ങളായിരിക്കും വരാൻ പോണത്. ഈവൻ ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, അയ്യോ മാറാല തൂത്തിട്ടില്ലേ, കറി വെച്ചത് ശരിയായില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് ഇന്ന ആളുടെ മരുമകൾ ഈ ഡ്രസ്സാണ് ഇട്ടേക്കണത്, ഇച്ചിരി കൂടി നല്ലത് ഇടായിരുന്നില്ലേ, സ്വർണ്ണമൊന്നുമില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ലൊരു പരിപാടി കുളമൊക്കെ അങ്ങ് ഇറങ്ങിപ്പോകും. ഈവൻ ഇപ്പോൾ ഒരു അച്ഛൻ അമ്മ ഒരു കുട്ടി എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കൊരു മാർക്ക് കുറഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി ഫ്ലോപ്പാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആയിരിക്കും ഏതെങ്കിലും ഒരു അതിഥി കയറി വരുന്നത്, അല്ലെങ്കിൽ ഈവൻ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ പോകുമ്പോൾ സ്കൂളിൽ ഏതെങ്കിലും ഒരു പാരൻറ്റിനോ ആരെങ്കിലും കാണും. അപ്പോൾ വന്നിട്ട്, അയ്യോ മോന് ഇത്രയും മാർക്കുള്ള, ഞാൻ അവനെ ട്യൂഷന് വിടാനുണ്ട്, അല്ലെങ്കിൽ അവന് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞൊരു ടോക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മളുടെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാവുന്നത്. ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ കാരണമാകുന്ന പലതും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ ലോജിക്കലി തിങ്ക് ചെയ്യില്ല. ഇപ്പോൾ ഈ കുട്ടീൻ്റെ കാര്യം പറഞ്ഞെന്ന് പറയുമ്പോൾ, എൻ്റെ മോനാണ്, എനിക്കുള്ളതേ അവനും ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുകയാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കുട്ടീനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അവനെ നല്ലതായിട്ട് നോക്കണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. പകരം അവൻ മേടിച്ച മാർക്ക് എൻ്റെ മോന് കിട്ടിയില്ല, അതേ നമ്മൾ കാണുള്ളൂ. ഈവൻ ഒരു ഫാമിലി എടുക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് വീട്ടിലുള്ളവരെ കമൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടേ? നമ്മൾ പറയേണ്ട, നമ്മളുടെ വീടാണ്, നമ്മൾ കാര്യങ്ങളോട് നിശ്ചയിക്കുന്നുണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. പകരം പുറത്തുനിന്ന് വന്ന ഒരു അഭിപ്രായം എടുത്തു കഴിയുമ്പോൾ 8 നിലയിൽ പൊട്ടി മൊത്തത്തിൽ. വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, വിള്ളലുകൾ, പിന്നെ ആർക്കും കൂടെ സ്നേഹമില്ലാതെ ആവുകയാണ്. അതൊരു തുടക്കമായിരിക്കും. അപ്പോൾ ഒരു തവണ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ വന്ന് ഇങ്ങനെ ചെയ്തിട്ട് ആ കുടുംബത്തിലൊരു ചെറിയ കലഹം കാണുമ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരിക്കും. പുള്ളിക്ക് മനസ്സിലായി നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട എല്ലാം സെറ്റാണ്, ഇവിടെ വന്ന് സംസാരിച്ചാൽ അവരതനുസരിച്ച്, അതായത് എൻ്റെ കൺട്രോളിലാണ് അവർ, ഞാൻ പറയുന്ന പോലെ അവർക്ക്, അതായത് റിമോട്ടിൻ്റെ കയ്യിലാണ്, സ്വിച്ച് ഇട്ട പാവ പോലെ അവർ കിടന്ന് ആടും. അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീട്ടിലൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്കൊരു മനസ്സുഖമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ അതിനെ കൊണ്ട് എങ്ങനെയാവട്ടെ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിന്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പോലെ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുക. ഒന്നുമില്ലാട്ടാ, അങ്ങനെ നോക്കരുത്. കാരണം മറ്റൊരാളുടെ വാക്ക് കേട്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, കാര്യം ശരിയാണ്, ഡെയിലി നമ്മൾ പല കാര്യങ്ങൾ കേൾക്കും, പലതും കാണും. പക്ഷേ അതിനെയൊക്കെ എന്താ പറയുക, ക്രിട്ടിസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെൻസിലെടുക്കാൻ, നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങ് ഒഴിവാക്കാനുള്ള പക്വത, വിവേകമൊക്കെ നമ്മൾ കാണിക്കണം കേട്ടോ. അതല്ല എങ്കിൽ മറ്റൊരാളുടെ കൺട്രോളിലായിരിക്കും നമ്മൾ പോണത്. ഈവൻ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് കഴിവതും മറ്റൊരാളുടെ അഭിപ്രായത്തെ ആശ്രയിക്കാതെ ഇരിക്കുക. അതായത് ഞാൻ പറയുന്നത് അഭിപ്രായം കേൾക്കരുതെന്നല്ല. ഇപ്പോൾ ഞാൻ ശരിക്കും അഭിപ്രായം കേൾക്കുന്ന ആളാട്ടോ. അതായത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും, ബോധമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി ആർക്ക് വളരെ വ്യക്തമായി കൃത്യമായി ഉത്തരം തരാൻ പറ്റും. അവിടെ പോയി അഭിപ്രായമൊക്കെ കേൾക്കും, എല്ലാം കേട്ട് നോട്ട് ഡൗൺ ചെയ്തൊക്കെ വരും. അവസാനം ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്നത്, കാരണം നാളെ ഒരു തീരുമാനം എടുത്തിട്ട് ഒരു വിഷമം വരരുതല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷനിലെത്തി അതായിരിക്കും നമ്മളങ്ങ് ഓക്കെ ഇത് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, ഈ പറയണ വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാരൊക്കെ നമ്മൾ നോക്കും. ഈവൻ ഭാര്യനെ തള്ളി പറയും, ഭർത്താവിനെ തള്ളി പറയും, ഫ്രണ്ട്സിനെ തള്ളി പറയും. ഈവൻ നമ്മളിപ്പോൾ ഡോക്ടറാവാൻ നിൽക്കുന്ന ഒരാൾ
അവിടെ സ്കോപ്പില്ലാന്ന് ആരോ പറഞ്ഞു കേട്ട് ഇപ്പുറത്തെ വേറെ ഏതെങ്കിലും ജോലിക്ക് വരും, അവസാനം ഇത് പഠിക്കാൻ പറ്റില്ല, വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ജോലി ശരിയാക്കി നടക്കൂല, അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ വീട്ടിലും അവിടത്തെയും പ്രശ്നമാകുമ്പോൾ വേറെ വല്ല റിലേഷനിൽ പോകാൻ തോന്നണ്, അല്ലെങ്കിൽ ജീവിക്കണ്ടെന്ന് തോന്നണ്, ഇങ്ങനെ 100 കാര്യങ്ങൾ വരും. സോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാവരും, നമ്മൾ കാണുന്ന പോലെയല്ല എല്ലാവരും. അവരുടെ ഉള്ളിൽ എന്താണ്, അവരെത്തരത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ, ഈവൻ മനസ്സിലാക്കിയാൽ പോലും നമ്മളുടെ കൺട്രോളിലായിരിക്കണം നമ്മളുടെ തീരുമാനങ്ങളും നമ്മളുടെ ലൈഫും. ഈവൻ മറ്റൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നിനെയും വിഷമിപ്പിക്കാതിരിക്കുക. കാരണം ഇവരാരും നാളെ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അവരൊരു വാക്ക് പറഞ്ഞു, ചിലപ്പോൾ അവരത് ഓർക്കുകയും കൂടിയില്ല. അവർ വീട്ടിൽ വന്ന് ചിലപ്പോൾ അവരുടെ വീട് ഇതിലും മോശമായിരിക്കും, അവരുടെ ജീവിതം ഇതിലും മോശമായിരിക്കും, അവർക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ വീട്ടിൽ ഭയങ്കര സന്തോഷം, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. അപ്പോൾ എനിക്കില്ലാത്തതാണല്ലോ ഈ വീട്ടിൽ എന്ന് തോന്നുന്ന മൊമെൻറ്റിലായിരിക്കും അവർ ഇത് ശരിയല്ല അത് ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങണത്. സോ ഞാൻ പറയണത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളുടെ അഭിപ്രായം ജീവിതത്തിൽ എടുക്കുക, അഭിപ്രായം കേൾക്കുക, അതിൽ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത് എടുക്കുക, നമുക്ക് നല്ലതാണെങ്കിൽ അത് ചെയ്യുക. ഒരിക്കലും ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ചൂസ് ചെയ്യുന്ന ആളുകളും സാഹചര്യങ്ങളുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചൂസ് ചെയ്ത ആളാണ്. ഈവൻ അച്ഛനും അമ്മയ്ക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് അവരുടെ ഓൺ പ്രോഡക്റ്റാണ്, അല്ലാതെ വേറൊരു ക്വാളിറ്റിയോ ആ കുട്ടിക്ക് എന്ത് കുറവോ കൂടുതലോ ഉണ്ടെങ്കിലോ അത് ആ ഫാമിലിയിൽ നിന്നുള്ളതും ആ അച്ഛൻ്റെ അമ്മേൻ്റെയുമാണ്. അല്ലാതെ അത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ആകും. സോ എങ്ങും അടിനാശവും വെള്ളപ്പൊക്കവും ഇല്ലാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.